നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ് പിരിവ് ഊർജിതമാക്കണമെന്ന് CWFI. പിരിച്ചെടുക്കുന്ന തുക യഥാസമയം ക്ഷേമനിധി ബോർഡിൽ അടയ്ക്കണം. ഷൊർണൂർ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ഫെഡറേഷൻ ധർണ. മാലിന്യമുക്ത നവകേരളത്തിനായി കൈകോർത്ത CPM. ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ സമഗ്ര ശുചിത്വ യജ്ഞത്തിന് തുടക്കം. ലഹരിക്കെതിരെ വയോജനങ്ങൾ. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ ഷൊർണൂരിൽ ലഹരി വിരുദ്ധ പൊതുയോഗം. കുന്നംകുളത്ത് പട്ടാമ്പി റോഡിൽ വാഹനങ്ങളുടെ കൂട്ടയിടി. 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ചെറുതുരുത്തിയിൽ 1ാം ക്ലാസ്സുകാരനെ കാണാതായത് 3 മണിക്കൂറോളം ആശങ്കയ്ക്കിടയാക്കി. ഒടുവിൽ കുട്ടിയെ കണ്ടെത്തിയത് പ്രദേശത്തെ ബാർബർ ഷോപ്പിൽ. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ് പിരിവ് ഊർജിതമാക്കണമെന്ന് CWFI. ഇതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഫെഡറേഷൻ CITU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. തദ്ദേശ സ്ഥാപനങ്ങൾ പിരിച്ചെടുക്കുന്ന സെസ് തുക യഥാസമയം ക്ഷേമനിധി ബോർഡിൽ അടയ്ക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. ധർണ യൂണിയൻ പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഓരോ തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട ക്ഷേമനിധികളെല്ലാം തന്നെ നടപ്പിലാക്കിയിട്ടുള്ളൂ. അല്ലാതെ കോൺഗ്രസ് ഭരിച്ച ഘട്ടത്തിലൊന്നും തന്നെ ഈ കേരളത്തിൽ ഒരു ക്ഷേമനിധിയും നടപ്പിലാക്കിയിട്ടില്ല. നമുക്കറിയാം, ക്ഷേമനിധിയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ 980-ലാണ് സഖാവ് E.K. നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ്. അന്ന് കർഷക തൊഴിലാളികളാണ് നമ്മുടെ കേരള സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി വിഭാഗം എന്നതുകൊണ്ട് ആ തൊഴിലാളി വിഭാഗത്തിന് ക്ഷേമനിധി നടപ്പിലാക്കണം, പെൻഷൻ നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. കുളപ്പുള്ളി വില്ലേജ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ വില്ലേജ് സെക്രട്ടറി KP മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം VM സുശീല, ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം P. മണികണ്ഠൻ, VK രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുന്നംകുളത്ത് പട്ടാമ്പി റോഡിൽ വാഹനങ്ങളുടെ കൂട്ടയിടി. 5 വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പഴഞ്ഞി സ്വദേശി 57 വയസ്സുള്ള സജി, പോർക്കുളം സ്വദേശി 33 വയസ്സുള്ള രാധിക എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ രാത്രിയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്ന് പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോ ടാക്സി നിയന്ത്രണം വിട്ട് ഇതേ ദിശയിൽ പോവുകയായിരുന്ന സ്കൂട്ടറുകളിലും സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിലും പിറകിൽ വന്നിരുന്ന മറ്റൊരു കാറിലും ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ 2 പേരെയും കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിലെത്തിച്ചു. അപകടത്തിൽ ഒരു കാറും സ്കൂട്ടറും ഭാഗികമായി തകർന്നു. ഒരു സ്കൂട്ടറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തിയിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കാണാതായത് 3 മണിക്കൂറോളം പരിഭ്രാന്തി പരത്തി. ഒടുവിൽ കുട്ടിയെ പ്രദേശത്തെ ബാർബർ ഷോപ്പിൽ കണ്ടെത്തുകയായിരുന്നു. ചെറുതുരുത്തി സ്വദേശിയായ ഓട്ടോ ഡ്രൈവറുടെ 6 വയസ്സുള്ള മകനെ കാണാതായത് മണിക്കൂറോളം പരിഭ്രാന്തി പരത്തി. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ കുട്ടിയെ സ്കൂളിൽ നിന്നും പിതാവ് തൻ്റെ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുവന്നു. ഇദ്ദേഹത്തിന് പയങ്കുളം ഗേറ്റ് പരിസരത്ത് നിന്നും വേറൊരു വാടക ലഭിക്കുകയായിരുന്നു. കുട്ടിയെ സമീപത്തെ ബാർബർ ഷോപ്പിൽ ഇരുത്തി. ഇദ്ദേഹം വാടക പോയി. ഓർമ്മക്കുറവുള്ള ഇദ്ദേഹത്തിന് കുട്ടിയെ എവിടെയാണ് ഇറക്കിയതെന്ന് ഓർമ്മയില്ലാത്തതിനാൽ പ്രശ്നം രൂക്ഷമാകുകയായിരുന്നു. ഇതിനിടെ ചെറുതുരുത്തി പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസുകാരും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം പ്രചരണം ശക്തമാക്കി. ഇതേസമയം കുട്ടിയെ മുടിവെട്ടിക്കാൻ കൊണ്ടുവന്നതായിരിക്കാം എന്ന് കരുതി ബാർബർ കുട്ടിയുടെ മുടിയും വെട്ടി കാത്തിരിക്കുകയായിരുന്നു. ഏറെ സമയം കഴിഞ്ഞിട്ടും രക്ഷിതാവ് എത്താത്തതിലാണ് ബാർബർ ഷോപ്പ് ഉടമ കാര്യം അറിയുന്നത്. തുടർന്ന് ഷോപ്പ് ഉടമ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ ഇവിടെ നിന്നും കണ്ടെത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാലിന്യമുക്ത നവകേരളത്തിനായി കൈകോർത്ത് CPM. ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഏരിയ തല ഉദ്ഘാടനം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം S. അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി IMA റസാഖ്, നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി, കൗൺസിലർമാരായ TK രഞ്ജിത്ത്, PA ഫാത്തിമത്ത് സുഹറ, M. മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം ടൗണും നഗരസഭാ ബസ് സ്റ്റാൻഡ് പരിസരവും ആദ്യ ദിനത്തിൽ ശുചീകരിച്ചു.
മാലിന്യമുക്ത നവകേരളത്തിനായി ഏരിയ പരിധിയിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സീനിയർ സിറ്റിസൺസ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റി ലഹരി വിരുദ്ധ പൊതുയോഗം സംഘടിപ്പിച്ചു. വയോജനങ്ങൾ ലഹരിക്കെതിരെ എന്ന സന്ദേശവുമായാണ് പൊതുയോഗം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു എന്ന് പറയാൻ സാധിക്കും. കേരളത്തിലാണ് കേസെടുക്കുന്നുള്ളൂ എന്നതുകൊണ്ടാണ് കേസിന്റെ എണ്ണം വർദ്ധിച്ചത്. മറ്റു പല സ്ഥലങ്ങളിൽ കേസെടുക്കാത്തത് കൊണ്ട് കേസില്ല എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തെക്കാൾ ഭീകരമാണ് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുപോകുന്നത്. അതിനകത്ത് നമ്മുടെ ഇവിടെയുള്ള സാധാരണ നിലയിലുള്ള ഇത്തരം ലഹരി ഉപയോഗിക്കുന്നവർക്ക് ലഹരി എത്തിക്കുന്നതിന് ചില അന്താരാഷ്ട്ര കണ്ണികളുണ്ട് എന്നൊരു വസ്തുതയാണ്. ഷൊർണൂർ നീതി മെഡിക്കൽ സ്റ്റോർ പരിസരത്ത് നടന്ന പൊതുയോഗത്തിൽ അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി ലഹരിയുടെ ചതിക്കുഴിയിൽപ്പെട്ട് ജീവിതം മുഴുവൻ ദുഃഖിതരായി ജീവിതം തള്ളി നീക്കുന്ന ഒരു പറ്റം ആളുകളും അതിന് കാരണക്കാരായ പ്രായഭേദമന്യേയുള്ള ആളുകളും ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ചിന്തയിലേക്കായി സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളൊക്കെ തന്നെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ഈ ജോലിയിൽ പ്രവേശിച്ച കാലത്തൊക്കെ തന്നെ ഞങ്ങളന്ന് കൈകാര്യം ചെയ്തിരുന്നത് പ്രധാനമായിട്ടുള്ള അതിലെ തൊണ്ടി വസ്തു എന്ന് പറയുന്നത് മദ്യമായിരുന്നു. നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, DYFI ബ്ലോക്ക് സെക്രട്ടറി C രാകേഷ് എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ മേഖലാ ട്രഷറർ N ലോഹിതാക്ഷൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മേഖലാ സെക്രട്ടറി K ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി NR സതീന്ദ്രൻ, വനിതാ വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗം K കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അമ്പലപ്പാറയിൽ ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക ക്ഷയരോഗ ദിനം ആചരിച്ചു. പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ക്ഷയരോഗ ദിനാചരണ പരിപാടികൾ പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ K സുധി സ്വാഗതം പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ദിനാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഹെൽത്ത് സൂപ്പർവൈസർ CM രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഖാസിം ആശംസകൾ അർപ്പിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുമ ക്ഷയരോഗ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ക്ലാസിനെ ആസ്പദമാക്കി നടന്ന ക്വിസ് മത്സരം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KD ദീപക് നയിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസഫ് ബിനു നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രതിഭയുടെ താളഗോപുരം തീർത്ത ഷൊർണൂരിലെ കൗമാര പ്രതിഭകൾ. ഡബിൾ തായമ്പകയിൽ അക്ഷരക്കാലങ്ങളെ വഴക്കത്തോടെ കോർത്ത് ശ്രവ്യസുന്ദരമാക്കുന്ന സഹോദരങ്ങൾ ഇതിനകം വാദ്യപ്രേമികളുടെ ശ്രദ്ധാകേന്ദ്രമായി കഴിഞ്ഞു. പരിചയപ്പെടാം 17കാരനായ ജിതിനെയും 13 വയസ്സുള്ള നിതിനെയും. ക്ഷേത്രാങ്കണത്തിലെ അലൗകിക സൗന്ദര്യത്തിലൂടെ താളത്തിന്റെ പൊന്മാൻ ചാടുന്നു. ജിതിൻ ആനന്ദും നിതിൻ ആനന്ദും ഡബിൾ തായമ്പകയിൽ കാണികളെ വിസ്മയിപ്പിക്കുകയാണ്. കവളപ്പാറ കാരക്കാട് കുണ്ടിൽ വീട്ടിൽ ആനന്ദൻ കാരക്കാടിൻ്റെ മക്കളാണ് 17 വയസ്സുള്ള ജിതിൻ ആനന്ദും 13കാരനായ നിതിൻ ആനന്ദും. യുവവാദ്യകലാകാരന്മാരുടെ പ്രകടനം ആസ്വാദകരുടെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു.
അരങ്ങേറ്റത്തിന് ശേഷം ഇരുവരും നിരവധി വേദികളിൽ തായമ്പക അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം ഉത്സവ സീസൺ ആരംഭിച്ചതു മുതൽ നിരവധി വേദികളിലാണ് ഇവർ തായമ്പക അവതരിപ്പിച്ച് പ്രശംസ പിടിച്ചുപറ്റിയത്. കുളപ്പുള്ളി അയ്യപ്പൻകാവ്, കാരക്കാട് അയ്യപ്പൻ കോവിൽ, നെടുങ്ങോട്ടൂർ കുതിരക്കണ്ടം തുടങ്ങി നിരവധി വേദികൾ കീഴടക്കാൻ ഇരുവർക്കും കഴിഞ്ഞു. നിരവധി അംഗീകാരങ്ങളും ആദരങ്ങളും ഷൊർണൂരിലെ ഈ കൊച്ചു കലാകാരന്മാരെ തേടി എത്തിയിട്ടുണ്ട്. ഷൊർണൂർ എസ് എൻ ട്രസ്റ്റ് ഹൈസ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ജിതിൻ. നിതിൻ 8ാം ക്ലാസ്സുകാരനും. മുണ്ടമുഖ വാദ്യമേള കലാക്ഷേത്രത്തിൽ മുണ്ടായ ബാലകൃഷ്ണന്റെ ശിക്ഷണത്തിലാണ് ഇരുവരും തായമ്പക അഭ്യസിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ലിയോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മൈലാഞ്ചി മത്സരം സംഘടിപ്പിച്ചു. റംസാനോടനുബന്ധിച്ച് ചോലക്കുളം കിഴക്കുദേശ ഹാളിലായിരുന്നു മെഹന്തി മത്സരം. 17 ടീമുകളിലായി 34 പേരാണ് മൈലാഞ്ചിയിടൽ മത്സരത്തിൽ പങ്കെടുത്തത്. ഷാജിലാൽ മാസ്റ്റർ, ചിത്രകാരൻ വിമൽ മോഹൻ എന്നിവർ വിധികർത്താക്കളായി. ഉദ്ഘാടന ചടങ്ങിൽ ക്ലബ്ബ് സെക്രട്ടറി നൌഫൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വിവേക് സ്വാഗതം പറഞ്ഞു. ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഫ്സൽ, അജയ്, അദിൻ, രാഹുൽ, ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതിന്റെ നിബന്ധനകൾ നമുക്ക് വേറെ പറയാം. അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ. ഇതിന്റെ ക്രിയേറ്റീവ് സൈഡിൽ എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് കാണിക്കാൻ പറ്റുമോ അതാണ് ഇതിന്റെ മെയിൻ മാർഗം. അതായത് നിങ്ങളുടെ ഡിസൈൻ എത്രത്തോളം ഭംഗിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇരിക്കുന്ന ആളുടെ കഴിവ് കാണിക്കാൻ പറ്റുമോ അതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് അവനവൻ്റെ ഉള്ളിൽ നിന്ന് വരട്ടെ. അതായത് ആരും നോക്കി ചെയ്യരുത്. മറ്റ് റെഫറൻസുകളോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളുടെ ഡിസൈനോ നോക്കി ചെയ്യരുത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തോലന്നൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ശിവൻ വെളിച്ചപ്പാടിന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ഭരണി ഉത്സവവും കൊടുങ്ങല്ലൂർ ഭരണി യാത്രയും മാർച്ച് 29 ശനിയാഴ്ച വിവിധ പരിപാടികളോടെ നടക്കും. ക്ഷേത്രത്തിൽ അന്നേ ദിവസം പ്രത്യേക പൂജകളും നടക്കും. തുടർന്ന് വെളിച്ചപ്പാടുമാരുടെ സംഘത്തോടെ ഭരണി യാത്ര നടക്കും. ആന, പഞ്ചവാദ്യം, ശിങ്കാരിമേളം, പാണ്ടിമേളം, ബാൻഡ് വാദ്യം, തമ്പോലമേളം, തായമ്പക, മുറം ഡാൻസ്, നാടൻ കലാരൂപങ്ങൾ എന്നിവ അകമ്പടിയാകും. മാർച്ച് 29 ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ്. 29-ാം തീയതി കൊടുങ്ങല്ലൂര് ഭരണി യാത്ര പുറപ്പെടുകയാണ്. ചിങ്കാരിമേളം, ചെണ്ടമേളം, തെയ്യാണ്ടിമേളം, ഒരളുകളി, മുറംകളി, ആനയെഴുന്നള്ളിപ്പോടുകൂടി യാത്ര പുറപ്പെടും. സ്നേഹപൂർവത്തോടുകൂടി എല്ലാ ഭക്തജനങ്ങളിലും അന്നദാനമുണ്ട്. അന്നദാനം കഴിച്ച് യാത്ര പുറപ്പെടുവിക്കാൻ എല്ലാ ഭക്തജനങ്ങളിലും സ്നേഹപൂർവത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളും. ആറ്റൂർ അറഫ സ്കൂളിൽ ഇഫ്താർ സംഗമം നടന്നു. സ്കൂൾ അധ്യാപകരും ജീവനക്കാരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള, ജനറൽ സെക്രട്ടറി KS ഹംസ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ്, മറ്റു ഭാരവാഹികളായ M സുലൈമാൻ, ഉസ്മാൻ, ഷൊർണൂർ, KS കലന്തർ, സ്കൂൾ പ്രിൻസിപ്പൽ വസന്ത മാധവൻ, പ്രധാനാധ്യാപിക സീരമ, സ്കൂൾ PRO റഷീദ് ഫൈസി തുടങ്ങിയവർ നേതൃത്വം നൽകി. റംസാൻ മാസം അതിൻ്റെ അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അറഫ ഇംഗ്ലീഷ് സ്കൂൾ, അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇഫ്താർ മീറ്റ് ഈ വർഷവും ഇന്ന് സംഘടിപ്പിക്കും. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന ശരിയായ ഒരു സമൂഹ മുൻതുറ തന്നെയായിരുന്നു ഉണ്ടാകുന്നത്. അറഫയുടെ സ്റ്റാഫ് അംഗങ്ങൾ, അവരുടെ ബന്ധുമിത്രാദികൾ അടക്കം 500-ലധികം ആളുകൾ പങ്കെടുത്ത ഒരു വലിയ ഇഫ്താർ മീറ്റിനാണ് ഇന്ന് അറഫ സാക്ഷ്യം വഹിക്കുന്നത്. യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ സാധ്യമാകുന്നു. ജനങ്ങളുടെ പട്ടിണിയെക്കുറിച്ച് മനസ്സിലാക്കുക, വിശപ്പിൻ്റെ വിലയെ അടുത്തറിയുക, അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ സാമൂഹ്യ വശങ്ങളായി. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ സ്ഥാപനങ്ങൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ് പിരിവ് ഊർജിതമാക്കണമെന്ന് CWFI. പിരിച്ചെടുക്കുന്ന തുക യഥാസമയം ക്ഷേമനിധി ബോർഡിൽ അടയ്ക്കണം. ഷൊർണൂർ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ഫെഡറേഷൻ ധർണ. മാലിന്യമുക്ത നവകേരളത്തിനായി കൈകോർത്ത CPM. ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ സമഗ്ര ശുചിത്വ യജ്ഞത്തിന് തുടക്കം. ലഹരിക്കെതിരെ വയോജനങ്ങൾ.
സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ ഷൊർണൂരിൽ ലഹരി വിരുദ്ധ പൊതുയോഗം. കുന്നംകുളത്ത് പട്ടാമ്പി റോഡിൽ വാഹനങ്ങളുടെ കൂട്ടയിടി. 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ചെറുതുരുത്തിയിൽ 1-ാം ക്ലാസ്സുകാരനെ കാണാതായത് 3 മണിക്കൂറോളം ആശങ്കയ്ക്കിടയാക്കി. ഒടുവിൽ കുട്ടിയെ കണ്ടെത്തിയത് പ്രദേശത്തെ ബാർബർ ഷോപ്പിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.